അവൻ അവളുടെ മുഖത്തെ കുറ്റുനോക്കി പറഞ്ഞു. സത്യത്തിൽ നിന്നെയൊക്കെ ഒന്ന് കാണാൻ വന്നതാ ഞാൻ. SLC ഒക്കെ ജയിച്ച് വലിയ പഠിത്തക്കാരിയായപ്പോൾ നമ്മളെയൊക്കെ ഒന്ന് മറന്നോന്നൊന്ന് അറിയണമല്ലോ. അത് നന്നായി. അങ്ങനെ ഒരു അന്വേഷണം നല്ലതാ, അവൾ അനുകൂലിച്ച് പറഞ്ഞു. അവൻ ചോദിച്ചു, എന്തിനാ പഠിക്കുന്നേ? നേഴ്സിങ്ങിന്. എന്തേ +1 പഠിക്കാതെ നേഴ്സിങ്ങിന് പഠിക്കുകയാണോ? എനിക്ക് അങ്ങനെ പഠിക്കണമെന്ന് തോന്നി, അവൾ പറഞ്ഞു. എവിടെയാണ് നീ നേഴ്സിങ്ങിന് പഠിക്കുന്നത്? അവൻ ചോദിച്ചു. എന്തിനാ അതറിയണത്? അങ്ങോട്ട് വരാനാണോ? അവൾ ചോദിച്ചു. ഹേയ്, അതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. നമ്മളുടെ വീട് ഇവിടെ അടുത്തായതുകൊണ്ട് ഇവിടെ ഈ ബസ് സ്റ്റോപ്പിൽ വന്നിരുന്നാൽ പോരെ, അവൻ ചിരിയോടെ പറഞ്ഞു. അയ്യടാ, ഇങ്ങനെ ഗൾഫിലെ ബസ് സ്റ്റോപ്പിലും പോയിരുന്ന പെൺകുട്ടികളെ ഇങ്ങനെ ലൈൻ അടിച്ചിട്ടാണോ കാലിന് ഈ കെട്ട് വന്ന്? അവൾ അവൻ്റെ മുട്ടുകാലിലെ കെട്ട് കണ്ട് ചിരിയോടെ തിരക്കി. കണക്കായി, അവൻ തല കുലുക്കി. അവിടുന്ന് പെൺകുട്ടികളെ ലൈനടിച്ച ഇവിടത്തെ പോലെ കാലിൻ്റെയും കയ്യിൻ്റെ എല്ല് പൊട്ടിക്കല്ല ചെയ്യുക, തല മൊട്ടയടിച്ച് ജയിലിൽ അങ്ങിടും, അവൻ കാര്യഭാവത്തോടെ പറഞ്ഞു. അങ്ങനെ ഒരു നിയമം ഇവിടെയും വെക്കണം, എന്നാലേ നിങ്ങളെപ്പോലെയുള്ളവരൊക്കെ ഒന്ന് നന്നാവും, അവൾ ചിരിയോടെ പറഞ്ഞു. അല്ല, നിന്റെ കൈക്കുമുണ്ടല്ലോ ഒരു വലിയ കെട്ട്, എവിടെന്നെങ്കിലും അടി കിട്ടിയതാണോ? അവൻ അവളുടെ കൈൻ്റെ തോൾഭാഗത്തെ വലിയ കെട്ട് കണ്ട് ചോദിച്ചു. അങ്ങനെ അടി കിട്ടാൻ നമ്മൾ ജമാലല്ലല്ലോ, അവൾ ഈണത്തിൽ പറഞ്ഞു. ഓ, പഠിത്തക്കാരിയാണല്ലോ. അങ്ങനെ കരുതുന്നതാ നല്ലത്, അവൾ പറഞ്ഞു. അടിയൻ അങ്ങനെ തന്നെ കരുതിയേ. അവൻ അവളുടെ മുഖത്തേക്ക് വക്രതയോടെ നോക്കി. അങ്ങനെ ആക്കി പറയൊന്നും വേണ്ട, അവൾ മുഖം ചുളിച്ചു. ഓ ശരി, പറഞ്ഞ വാക്ക് നമ്മളിങ്ങ് എടുത്തേ. ആട്ടെ, നിന്റെ കൈക്കെന്ത് പറ്റിയതാ? വീണതാണോ? അവൻ ചോദിച്ചു. രണ്ടുമല്ല, അവൾ പറഞ്ഞു. വീണതുമല്ല, അടി കിട്ടിയതുമല്ല. പിന്നെ എന്താണെന്ന് അറിഞ്ഞൂടാ, വെറുങ്ങനെ എങ്ങനെ വേദന വന്നു, അങ്ങനെ കെട്ടി, അത്ര തന്നെ. ഫാസില അങ്ങനെ പറഞ്ഞ് ഊർന്നു വന്ന ബാഗ് നല്ലതുപോലെ തോളിലിട്ടു. ബസ് സ്റ്റോപ്പിലുള്ള ചിലർ തങ്ങളെ നോക്കി നിൽക്കുന്നത് രണ്ടുപേരും ശ്രദ്ധിച്ചില്ലായിരുന്നു. അപ്പോൾ ഫാസിലക്ക് പോവേണ്ട ബസ് വരുന്നുണ്ടായിരുന്നു. അത് കണ്ട ഫാസില തിടുക്കത്തോടെ പറഞ്ഞു. അല്ലാ, ബസ് വരുന്നുണ്ടല്ലോ, എന്നാ ഞാൻ പോയേ. ബസ് വന്ന് നിന്നതും ഫാസില ഓടിപ്പോയി ബസ്സിൽ കയറി. ST കുട്ടികളും അല്ലാത്തവരുമായി ബസ്സിൽ നിറയെ ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഫാസിലക്ക് ഇരിക്കാൻ സീറ്റ് കിട്ടിയില്ല. അഥവാ സീറ്റ് കിട്ടിയാലും ST കൊടുക്കുന്ന കുട്ടികൾ ഇരിക്കുമ്പോൾ കണ്ടക്ടർമാരുടെ മുഖം ചുളിയും. ഫാസില കമ്പിയിൽ പിടിച്ചു നിന്നു. പിന്നെ മെല്ലെ തല ചെരിച്ച് ബസ് സ്റ്റോപ്പിന് നേരെ നോക്കി. ജമാൽ ബസ്സിനുള്ളിൽ തന്നെ തിരയുകയാണെന്ന് ആ നോട്ടവും നിൽപ്പും കണ്ടപ്പോൾ അവൾക്ക് മനസ്സിലായി. അവൾ മുഖം തിരിച്ചു കളഞ്ഞു. അങ്ങനെ ഇപ്പോൾ അവനെ നോക്കണ്ട. അവനെ ഇങ്ങനെ നോക്കുകയും ചിരിക്കുകയും ചെയ്താൽ അവൻ എന്തെങ്കിലും ചിന്തിച്ച് കളയും. അതിന് ഇടം കൊടുക്കരുത്. ഫാസില അങ്ങനെ ചിന്തിച്ച് ബസ്സിൻ്റെ മുൻഭാഗത്തെ ചില്ലിലൂടെ പുറത്തേക്ക് കണ്ണ് നട്ടി നിന്നു. ജമാലിനെയും അവൻ്റെ വീട്ടുകാരെയും ഫാസില അറിയുമെങ്കിലും ജമാലുമായി പരിചയപ്പെടുന്നത് കഴിഞ്ഞ വർഷം 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ട്യൂഷന് ചേർന്നപ്പോഴാണ്. ട്യൂഷൻ ക്ലാസ്സിനടുത്തുള്ള ബുക്ക് സ്റ്റാളിലാണ് ജമാൽ ജോലി ചെയ്യുന്നത്. ഒരു നോട്ട്ബുക്ക് വാങ്ങാൻ കൂട്ടുകാരിയുമൊത്ത് ബുക്ക് സ്റ്റാളിൽ പോയപ്പോഴാണ് അവർ പരിചയപ്പെടുന്നത്.